ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. ഫാന് കിടന്നേ, ഫാൻ ഞാൻ ഓഫ് ചെയ്തല്ലെങ്കിൽ ചേച്ചി പറയുന്നതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഫോണ് ചെരിഞ്ഞിരിക്കുന്നോ എന്നൊരു സംശയമുണ്ട്. കറക്റ്റാണോ? അപ്പൊ എല്ലാവർക്കും സുഖമാണോ? ചേച്ചിക്ക് സുഖമാണ്. ചേച്ചി എന്ന് വിളിച്ച് കേട്ടോ. ഒരാഴ്ച കുട്ടിന്ന് കുളിച്ച് മുറിവ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ എന്നാ ചെയ്യാനാ? കണ്ടോ എൻ്റെ മുടിയുടെ അവസ്ഥ? കണ്ടോ സുഹൃത്തുക്കളെ? ഡൈ അടിക്കേണ്ട എല്ലാം നരച്ച് ഉച്ചിയിലൊക്കെ നരയാണ്. എൻ്റെ പൊന്നു ഒക്കെ നരച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ചേച്ചി. എല്ലാവരും ഫുഡ് കഴിച്ചോ? ചേച്ചി ഫുഡ് കഴിച്ചിട്ടാണേ വന്ന് വീഡിയോ എടുക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും വീഡിയോ എടുത്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഇന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്ന് വീഡിയോ എടുക്കുന്നത്. അതെന്നാ കാര്യം എന്നറിയുമോ? ഉച്ചയ്ക്ക് ചോറും കറിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ധൃതി പിടിച്ച് നിന്നതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിനിടയിൽ എന്തോ നീ എടുത്തോ ഇല്ലെന്ന് ഓർക്കുന്നില്ല. അപ്പം ഇപ്പം ഞാൻ പോയി വീഡിയോ ഒക്കെ എടുത്ത് ചോറ് കഴിക്കാൻ പോയി. ചോറ് കഴിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് നിങ്ങളെ കാണാമെന്ന് കരുതിയിട്ട് ചോറ് കഴിക്കാൻ പോയപ്പോൾ ചേച്ചി ഉച്ചത്തെ ചോറും കറിയൊക്കെ വെച്ചതിനെയും കൂടെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേച്ചി ഇടാം. എന്തൊക്കെയാണ് കറികൾ വെച്ചതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ചേച്ചി ചോറൊക്കെ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് കുഞ്ഞുണ്ടായിരുന്നേ. കുഞ്ഞ് ഞാനും കൂടെ 1-2 ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് കേട്ടോ. എൻ്റെ പിന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുഞ്ഞ് ഭയങ്കര ചിരിയാണ് കേട്ടോ. പാട്ടൊക്കെ കേട്ടിട്ട് ഭയങ്കര ചിരിയാണ്. അപ്പം ഇന്ന് ഞാനും കുഞ്ഞും കൂടെയൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഉത്സാഹമുണ്ട് കേട്ടോ. ഞാൻ എടുക്കുമ്പോഴത്തേക്ക് മക്കളെ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഉത്സാഹിച്ച് ഒക്കെ നിൽക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുഞ്ഞ് ഞാനും കൂടെ ആയിട്ട് 1-2 ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും കാണണം. എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. നമ്മളെ വീഡിയോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരാഴ്ച കൊണ്ട് നമ്മളെ വീഡിയോ അങ്ങനെ തന്നെ അങ്ങ് നിൽക്കുന്നു. കാണുന്നില്ല ആരും. എന്താ കാരണമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇനി നമ്മളെ ചാനലിന് വല്ല കുഴപ്പമാണോ ഒന്നും അറിഞ്ഞുകൂടാ. ഷോർട്ട് വീഡിയോ ആയാലും മെയിൻ വീഡിയോ ഒക്കെ ആയാലും അങ്ങോട്ടങ്ങ് പോകുന്നില്ല. എന്താ കാരണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി നമ്മളാർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്തോ. അതിന് വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ 10, 200, 150, 200 പേരെങ്കിലും ഒക്കെ കാണുന്നതാണ്. ഇപ്പം തട്ടിമുട്ടി 50 പേരൊക്കെയാണ് കാണുന്നത്. നമ്മളെ ആർക്കും ഇഷ്ടമില്ലെന്നാണ് തോന്നുന്നത്. എന്നും പരാതിയും പരിഭവവും പറയാനാണ് വന്നിരിക്കുന്നത് നിങ്ങളെ മുന്നിൽ. നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഞാൻ ഇപ്പം നിങ്ങളോടല്ലേ ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊക്കെ നമുക്ക് സുഹൃത്തായി കിട്ടിയതിന് ശേഷം നമ്മളെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ലതായാലും ചീത്തയായാലും വിഷമായാലും സങ്കടമായാലും പരാതിയായാലും പരിഭവമായാലും എല്ലാം ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നും സ്ഥിരം ഇത് കേട്ട് 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 നിങ്ങൾക്ക് മടുപ്പായിട്ടുണ്ട്. അപ്പം കുഞ്ഞിവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ രാത്രി കൊണ്ടാക്കാം 8:30 വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും ഇളയ മോനും കൂടെ കൊണ്ടാക്കാൻ പോയപ്പോഴത്തേക്ക് മോള് വിളിക്കുന്ന അമ്മ കുഞ്ഞിൻ്റെ കമ്മൽ കാണാനില്ലെന്ന്. ഞാൻ പിന്നെ ഇവിടെയൊക്കെ നോക്കി ചേച്ചിയുടെ വീട്ടിൽ പോയി. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയിരുന്നു. പിന്നെ ചേച്ചിയുടെ അടുത്ത് മക്കളടുത്ത് വിളിച്ചു പോലെ അവിടെ നോക്കാൻ പറഞ്ഞു. ഭാഗ്യത്തിന് കിട്ടി. മോളെ വീട്ടിൽ പോകുന്ന വഴിക്ക് തന്നെ കിടന്നു കേട്ടോ. കമ്മൽ കണ്ടില്ല. ഉടനെ തന്നെ മോള് വഴിയിൽ വന്ന് നോക്കി. വണ്ടി കൊണ്ട് നിർത്തുന്ന സ്ഥലത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്തായാലും കമ്മൽ കിട്ടി. കൂടുതലൊന്നും തിരഞ്ഞ് പാടുപെടേണ്ടി വന്നില്ല. അപ്പം അത് കിട്ടി. അത് ഇന്നത്തെ ഒരു വിശേഷമാണ്. നമ്മൾ എന്ന് വാർത്ത വായിക്കാനാണല്ലോ വന്നിരിക്കുന്നത്. അന്നുള്ള വാർത്തകളാണ് നിങ്ങളെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വീട്ടിലെ വാർത്തകളാണ് ഇതൊക്കെ. ഇന്നത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിച്ചത്. എന്ന് നമ്മൾ നിങ്ങളെ മുന്നിൽ വരുന്നു, വാർത്ത വായിക്കുന്നു, നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ കേട്ടല്ലോ. ഇന്ന് ചേച്ചി പെണ്ണിൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെ. അപ്പോൾ ചേച്ചി കുളിച്ച് മുറിവ് കുഴപ്പമില്ല എന്ന് തോന്നുന്നു കേട്ടോ. പുറത്ത് വരുന്നുണ്ട്. എന്നാലും വീണ്ടും ഒരാഴ്ചയോടെ സമയം എടുക്കുമെന്ന് തോന്നുന്നു. പുറമേ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഉള്ളിലോട്ട് പച്ചപ്പുണ്ട്. ഡൈ അടിച്ചാൽ ഇനി എന്തെങ്കിലും
സൈഡ് എഫക്റ്റ് വരുമോ എന്നൊരു പേടിയുണ്ട്. ഡൈ അടിക്കാതെ ജോലിക്ക് പോകാനും പറ്റില്ല. ഞാൻ അമ്മുമ്മയായെന്ന് സമ്മതിക്കാൻ വയ്യ കേട്ടോ. അമ്മുമ്മയായെന്ന് സമ്മതിക്കാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ. നമ്മൾ എത്ര ഒളിച്ചു വെച്ചാലും നമ്മളെ ഫേസും നമ്മളെ രൂപവും ഭാവമൊക്കെ വിളിച്ച് പറയും. കണ്ടോ കണ്ടോ ഇത് നിങ്ങൾ കണ്ടോ. എന്നാ ചേച്ചി പോട്ടെ. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. ഇപ്പം ഇതിൻ്റെ കൂടെ ചേച്ചി ചോറ് കഴിക്കാൻ പോയപ്പോൾ എടുത്ത് വെച്ച് ഇതും കൂടെ ഇടാം. ഓക്കെ, മണി 10 10 മണി കഴിഞ്ഞാൽ എന്തോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇതൊക്കെ തന്നെയാണ് ചേച്ചിയുടെ വിശേഷം. വീണ്ടും അടുത്തൊരു വാർത്തയുമായി വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ. ചേച്ചി നീ എന്തൊക്കെയാ കറി വെച്ചെന്ന് കാണിച്ചു തരാം സുഹൃത്തുക്കളെ. ചോറ് വെച്ചിട്ടുണ്ട്, നമ്മൾ കഴിച്ച് കേട്ടോ. കഴിച്ചതിനൊക്കെ ശേഷമാണ് ചേച്ചി വീഡിയോ എടുക്കുന്നത്. ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങളൊന്ന് കാണിക്കണമല്ലോ. ചാളയാണേ, നെയ്ച്ചാള, നല്ല സൂപ്പർ ചാള വറുത്തത്. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെക്കാൻ സിമ്പിള് എളുപ്പമുള്ളതാണ്. നിമിഷ നേരം മതി. എനിക്കിത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. വഴുതനങ്ങയും തക്കാളിയും സവാളയൊക്കെ ഇട്ട് വിഴുക്ക്. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ സുഹൃത്തുക്കളെ. സൂപ്പറാണ്, സൂപ്പർ ടേസ്റ്റാണ്. വെച്ചിട്ടില്ലാത്തവർ ഒന്ന് വെച്ച് നോക്കണം. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഇതെല്ലാം കൂടെ അരിഞ്ഞ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ്. പരിപാടി കഴിഞ്ഞു. ഒന്ന് കറക്കി അങ്ങ് അടച്ച് വെച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ആ വിഴുക്കം റെഡിയായി. പിന്നെ നമ്മളെ സ്പെഷ്യലൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ ഇതുണ്ടല്ലോ, ചാളേര മുട്ട പരു. അതിനെ ഞാൻ തോരൻ വെച്ചേ. ഒന്നും പറയണ്ട എൻ്റെ സുഹൃത്തുക്കളെ, സൂപ്പർ ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ്. അത് നമ്മളെ വീഡിയോ കണ്ടിട്ട്, നമ്മളെ പാചകമൊക്കെ കണ്ടിട്ട്, നമ്മളെ കറികളൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടം. കാണുമ്പോൾ തന്നെ കൊതി വരുമെന്ന് പറയേ. ഇത് നമ്മളെ ചാളക്കറി. ഞാൻ രാത്രി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ വെച്ചത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ച് തരാമല്ലോ. അപ്പോൾ എല്ലാവരും വന്നാൽ ചേച്ചി ചോറും കറിയൊക്കെ തരാം. ചേച്ചി പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ചേച്ചിക്ക് വെക്കാൻ തുടങ്ങിയ പിന്നെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത വെപ്പാണ്. അതുകൊണ്ട് ഒഴിച്ചുകറിയും വിഴുക്കും മീൻകറിയും മീൻ വറുത്തതുമാണ് വെക്കാൻ വേണ്ടിയിട്ടിരുന്ന. അപ്പോഴാണ് മീൻ കട്ട് ചെയ്തപ്പോഴത്തേക്ക് മീനിൻ്റെ പരു എന്നാ ഞാൻ കരുതി അതിനെ പൊരിക്കാന്ന് കരുതിയിട്ട് പിന്നെ കരുതി തോരൻ വെക്കാം. സവാളയും പിന്നെന്തോ സവാളയും കാന്താരി ഉണ്ടല്ലോ, കാന്താരിയൊക്കെ ഇട്ട് ചേച്ചി തോരൻ വെച്ച്. കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണേ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ അത് തുറക്കാനും അടയ്ക്കാനൊക്കെ പാടാണ്. ഇതൊക്കെയാണ് വിശേഷം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം.